ഹായ് ഗൈസ്, രാവിലെ തന്നെ അഭ്യാസ മുറകൾക്കായി ജിമ്മിലേക്ക് വച്ചു പിടിച്ചു. വലിഞ്ഞു കയറി വരുന്ന എന്നെ കണ്ട് മൊയിലാളി കൂട്ട്നസ് വാരി വിതറിയൊന്ന് ചിരിച്ചു. അത് കൊലച്ചിരിയാവാൻ വലിയ താമസമൊന്നുമില്ല. അപ്പോഴല്ലേ നോം കണ്ടത് ക്രിസ്മസ് ജിമ്മിന്റെ പടിവാതിൽ നിൽക്കണു. ക്രിസ്മസ് ട്രീ വന്നു, പുൽക്കൂട് വന്നു, മാൻ വന്നു, മറ്റലങ്കോല പണികളെല്ലാം വന്നു. ഒപ്പം കുടൽമാല പുറത്തിട്ട് നാക്കും തള്ളി ഭദ്രകാളി എത്തി. ഭദ്രകാളിക്ക് എന്താ ക്രിസ്മസിലെ കാര്യം? സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ഞങ്ങളുടെ ആശിഷ് ബ്രോ ആണ്. എന്റെ ഭാര്യ ഞാൻ ട്രെയിനിങ് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞ അപ്പൂനെ തൂക്കിയെടുത്ത് വിളയെ കളഞ്ഞു അബിയെ കൊല്ല ചെയ്യുന്ന അമലാശനെ നോക്കി പൊരിയും തിന്നുകൊണ്ട് നിന്നപ്പോഴാണ് മൊയിലാളി ചോദിച്ചത്, ഇന്ന് എന്താ വർക്കൗട്ട്? ലെഗാണ് മൊയിലാളി. സുട്ടുമണി ചിരി അപ്പോഴത്തേക്ക് സൈക്കോ സാമന്റെ ചിരിയായി. അമ്പി പോലും ഇത്ര പെട്ടെന്ന് അന്യനായി മാറിയിട്ടില്ല. ഉടനെ തന്നെ എന്നെ ജിമ്മിലെ അയൺലേഡിയായ നന്ദിനിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവക്കാണെങ്കിൽ ഈ ജിമ്മിലെ വെയിറ്റ് ഒന്നും തികയത്തില്ല. അമസ്കി എന്നെ മാത്രം കാത്തോണേ. ഷടപടേന്ന് വർക്കൗട്ട് കഴിഞ്ഞ് ഞങ്ങൾ റീല് പിടുത്തം, ഫോട്ടോഷൂട്ട്, ഓര് വയ്ക്കൽ, അങ്ങനെ വിവിധ തരം കലാപരിപാടികളിൽ ഏർപ്പെട്ടു. ഞങ്ങളുടെ അഴിഞ്ഞാട്ടം സഹിക്കാൻ വയ്യാതെ അമലാശൻ 2 വർക്കൗട്ട് കൂടി ചെയ്താലോ എന്ന് ചോദിച്ചു. ഓ വേണ്ടാഞ്ഞിട്ടാ. മറുപടി കേട്ടതോ അമലാശൻ ഗെറ്റ് ഔട്ട് ഹൗസ് പറഞ്ഞു. ആശാന്റെ കൈക്ക് പണി ഉണ്ടാക്കാതെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ബൈ.